കഴമ്പില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരാം. ഏട്ടാ വരൂ. നീ പറഞ്ഞതിലൊരു മാറ്റവും ഇല്ലല്ലോ അല്ലേ? ഒരു വാക്കുപോലും മാറ്റമില്ല. ഇനി അഥവാ നീ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മോളുടെ അവസ്ഥ എന്താവും? അദ്ദേഹം പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് വരാനല്ലേ പറഞ്ഞത്. ഇനി എന്താ വരാത്തത്? ലാവണ്യ പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ഇതായിരിക്കും വേദ. വരൂ ഏട്ടാ. ലാവണ്യ പറഞ്ഞത് സത്യമാണെങ്കിൽ പുറത്ത് ശ്രീയുടെ കാറുണ്ടാവില്ലേ? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല വേദ. വരലക്ഷ്മി വ്രതത്തിന്റെ അന്ന് ഈ അമ്മയല്ലേ എനിക്കന്ന് കാണിക്ക തന്നത്. ഇങ്ങോട്ട് എന്തിനായിരിക്കും വന്നത്? അകത്തേക്ക് വരാമോ? ആ വരൂ. ഇരുന്നോളൂ. സാരമില്ല മോളെ. നിങ്ങളെ എനിക്ക് പരിചയമില്ല. നിങ്ങൾ ആരെ കാണാനാ വന്നത്? അതിനെക്കുറിച്ച് പറയാം. ആദ്യം എന്റെ ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി ഉത്തരം തരണം. നിനക്ക് ശ്രീകരനെ അറിയോ? ശ്രീകരനെ അറിയാവുന്ന ചോദിച്ചു മോളെ. അറിയോ അതോ ഇല്ലയോ? എനിക്കറിയാം. നീ ആരാണ്? ശ്രീകരനെ നിനക്ക് എങ്ങനെ അറിയാം? പറ മോളെ. ശ്രീകരനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? അവൻ എന്റെ മകനായതുകൊണ്ട് ചോദിച്ചേ.
ശ്രീകരന്റെ അച്ഛനും അമ്മയാ, അതുകൊണ്ടാ ചോദിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ കല്യാണം കഴിഞ്ഞവരെ പോലെയാ. അദ്ദേഹം പറഞ്ഞ പോലെ അമ്മയെ കാണാൻ ശ്രീപാർവതിയെ പോലെയുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളെ കാണാൻ ശിവപാർവതിമാരെ പോലെയുണ്ട്. ആദ്യം നിങ്ങൾ എന്നെ ആശീർവദിച്ചാലും. ആദ്യം നീ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. എഴുന്നേൽക്ക് മോളെ. എഴുന്നേൽക്കാനല്ലേ പറഞ്ഞ്? ഞാൻ കോഫി ഉണ്ടാക്കി തരാം, നിങ്ങൾ ഇരുന്നോളൂ. ഞങ്ങള് കോഫി കുടിക്കാനല്ല വന്നത്. നീ ആരാണെന്ന് എനിക്കറിയണം. ശ്രീകർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും ഞാൻ കേട്ടു. അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഞങ്ങളുടെ മകന് സംശയമില്ല. കാരണം അവന്റെ മേൽ ഞങ്ങൾക്കുള്ള വിശ്വാസം. ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. ആചാരങ്ങൾക്ക് വേണ്ടി പ്രാണൻ കൊടുക്കും. ഒരാള് ഞങ്ങളുടെ വീടിന് നേരെ വിരല് ചൂണ്ടുന്നൊരവസ്ഥ സഹിക്കില്ല. ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും പരിപാലിക്കുന്നവരാ, അതിനെ ബഹുമാനിക്കുന്നവരാ. ശ്രീകർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ. നിനക്ക് ഞങ്ങളെ അറിയാമെങ്കിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി ഉത്തരം പറ. നീ ആരാണ്? ഇവിടെ എന്തിനാ നിൽക്കുന്നത്? എന്റെ മകനുമായി നിനക്കുള്ള ബന്ധം എന്താ? അവൻ എന്തിനാ നിന്റെ വീട്ടിലേക്ക് വരുന്നത്? കളവ് പറയാൻ കഴിയില്ല, സത്യം മറച്ചു വെക്കാനും കഴിയില്ല. മഹത്വമുള്ളവരായ അവന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നടന്നതുപോലെ പറയുന്നതിൽ തെറ്റില്ല. കളവൊന്നും പറയില്ലെന്ന് വിചാരിക്കുക. അച്ഛന്റെ കാർ എങ്ങനെ ഇവിടെ എത്തിയത്? നീ പറയുന്നുണ്ടോ? നല്ല മനുഷ്യരെ വഞ്ചിച്ചു കഴിഞ്ഞ പിന്നീട് എത്ര പ്രയത്നിച്ചാലും അടുക്കാൻ കഴിയില്ല. ഞങ്ങള് മറ്റൊരാളോട് മറുപടി പറയേണ്ട അവസ്ഥയില്ല മോളെ. നീ ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റില്ല. ശ്രീകരേട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോടെല്ലാം സംസാരിക്കും. സത്യം എങ്ങാനും ഇവർ അറിഞ്ഞു കാണുമോ? ഈ വീട്ടിലുള്ള ഈ പെൺകുട്ടിയുമായി നിനക്കെന്തോ ബന്ധമുണ്ടെന്ന് ലാവണ്യ ഞങ്ങളോട് പറഞ്ഞു. വീട്ടിലുള്ളവർ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാ നടക്കുന്നത്? ആരാ ഈ പെൺകുട്ടി? നിനക്കെങ്ങനെ ഇവളെ അറിയാം? ഇതിനൊരു ഉത്തരം എനിക്ക് കിട്ടിയേ തീരൂ. പറയുന്നുണ്ടോ?
അത് അമ്മേ, അത് നീ പറഞ്ഞില്ലേ അവനി? പറയാ അവനി, എന്തിനാ താൻ പേടിക്കുന്നേ? അയ്യോ, നീ എന്റെ ഫ്രണ്ട് മുരളിയുടെ അനിയത്തി എന്ന് പറ. അത് പറയാൻ നിനക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? ആ അമ്മേ, മിലിറ്ററി മുരളിയില്ലേ? അവൻ തന്നെ അമ്മേ. ചെന്നൈയിലെ മുരളിയില്ലേ, അവന്റെ പെങ്ങളാ ഇത്. സത്യാണോ? അതെ അമ്മേ. അപ്പൊ പിന്നെ ഇവിടെ എന്താ? ഇവിടെ എങ്ങനെ എത്തി? എന്തൊരു ജോലിക്ക് വന്ന അച്ഛാ. ഇവിടെ അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ഹെൽപ്പ് ചെയ്യാനാ പറഞ്ഞേ. അവൻ വരുന്നവരെ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുമുണ്ട്. ഇവക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ അത് ചെയ്തു കൊടുക്കാറുമുണ്ട്. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയോണ്ട് ഞാനും നോക്കണ്ടേ അത്. ഈ കാര്യം ഞങ്ങളോട് പറയേണ്ടതല്ലേ? എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാവുന്നത് തന്നെയല്ലേ. ഇത് ഞാൻ വന്ന് പറഞ്ഞ ചേച്ചിമാരൊക്കെ വേറെ കഥയുണ്ടാക്കും. നിങ്ങക്ക് അറിയുന്നതല്ലേ. അവനിയെ കുറ്റപ്പെടുത്തുന്ന കരുതി ഞാൻ പേടിച്ച് പറഞ്ഞില്ല അമ്മേ. എന്റെ ഭഗവാനെ, ഇപ്പോഴെന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ വന്ന് കണ്ട ആളുകൾ പലതും പറയും. ഒരു കാര്യം ചെയ്യാം, പറയൂ അമ്മേ. നീ ആവണിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവാ. ഇവള് തൽക്കാലം നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അപ്പൊ പിന്നെ എല്ലാവരും വായടച്ചോളും. ശരിയല്ലേ? ശരി അമ്മേ. ഏതായാലും മോൾ ഈ വീട്ടിൽ തനിച്ച് നിൽക്കണ്ട. ഞങ്ങളുടെ വീട്ടിലേക്ക് വായ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഏട്ടാ, എന്നാ നമുക്ക് ഇറങ്ങാം. ശരി. ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാന്ന് വാക്ക് തന്നല്ലേ. ഇപ്പൊ ആ കാര്യത്തെ കുറിച്ചൊന്നും ആലോചിക്കാതെ അധികാരം കിട്ടിയെന്ന് ആലോചിച്ച് സന്തോഷിക്കാണല്ലേ. എന്ത് നടന്നാലും അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാ. യു ഡോണ്ട് വറി. കോട്ട പോലെ കെട്ടിപ്പൊക്കിയ വിശ്വാസം ഒറ്റയടിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണപ്പോ അമ്മ ഞെട്ടിത്തെറിച്ച് ആശുപത്രിയിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്ര ലേറ്റ് ആകുന്നത്. ഇത്തരം തോന്നിവാസങ്ങൾ പറയല്ലേ അളിയ. എന്തായാലും കുറച്ച് കഴിയുമ്പോ ഫോൺ വന്നോളൂ അളിയ. അടങ്ങ്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. ഓർത്തു വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാ പോകും. വാ വേദ. എന്തേ കണ്ടില്ലേ അമ്മേ? ശ്രീകർ ഗസ്റ്റ് ഹൗസിൽ പോയി കാണിക്കുന്നതൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടല്ലോ അല്ലേ? അത്രയും വലിയൊരു വഞ്ചന നടന്നിട്ടും ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ. വളരെ അത്ഭുതമായി പോയി. 10 നാടിന്റെ ദൈവമല്ലേ നിങ്ങള്? സ്വന്തം വീട്ടിലെ കുട്ടി തന്നെ ഇങ്ങനെ നടക്കുമ്പോ ഇനിയിപ്പോ പുറത്തുള്ളവർക്ക് ന്യായവും നീതിയും എങ്ങനെ പറഞ്ഞു കൊടുക്കും? മിണ്ടാത്ത എന്താ അച്ഛാ? ലാവണ്യ പറഞ്ഞതുപോലെ ശ്രീകർ അവിടെ ഒരു പെൺകുട്ടിയുടെ കൂടെയായിരുന്നോ? അതെ, ലാവണ്യ പറഞ്ഞത് സത്യമാ. ശ്രീകർ ഒരു പെണ്ണിന്റെ കൂടെയായിരുന്നു. ലാവണ്യ പറഞ്ഞതുപോലെ ആവശ്യത്തിന് കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസവും കൊടുത്തു. എല്ലാം ലാവണ്യ പറഞ്ഞതുപോലെ നടന്നത്. ഒരൊറ്റ കാര്യം ഒഴികെ. എന്റെ മരുമോള് കരുതുന്ന പോലെ
ശ്രീകറും അവളും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ ആ കുട്ടിയുടെ പേര് ആവണി. മിലിറ്ററിയിലുള്ള മുരളി അറിയില്ലേ? അവന്റെ അനിയത്തിയാണ് ആ കുട്ടി. കുറച്ചു ദിവസത്തേക്ക് അവളെ ഒന്ന് നോക്കണമെന്ന് മുരളി പറഞ്ഞത്ര. അതുകൊണ്ടാ അവൻ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി നിർത്തിയത്. അതുകൊണ്ടാ പറയുന്നത് വെളുത്തതെല്ലാം പാലല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. എന്ത് സംസാരിക്കുമ്പോഴും ആലോചിച്ച് വേണം സംസാരിക്കാൻ. അയ്യോ, ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. ശ്രീകരേട്ടനൊരു ബന്ധമുണ്ടെന്ന് കേട്ടപ്പോ എന്റെ ഹൃദയം തന്നെ നിലച്ചുപോയി. ശ്രീകർ നിങ്ങളോട് കള്ളം പറയാണ്. അത് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റിയില്ലെന്ന് കരുതി കളവൊക്കെ സത്യമാവുമെന്നാണോ? അതല്ലാതെ സത്യം കളവാണെന്ന് കരുതണോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടപ്പോ അവര് ലവേഴ്സിനെ പോലെ വളരെ ക്ലോസ് ആയിട്ടാ ഇരുന്നത്. ഇനി ഒന്നും പറയണ്ട. എപ്പ നോക്കിയാലും എന്തേലൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അനാവശ്യ കാര്യങ്ങളിൽ തെളിവില്ലാതെ തലയിടാൻ പോകുന്നവർക്ക് ഇതായിരിക്കും അവസ്ഥ. മകൻ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ കുറെ സമർത്ഥിക്കുന്നുണ്ട്. നാളെ അവര് രണ്ടുപേരെ ഒരേ വീട്ടിൽ കണ്ട് ജനങ്ങൾ ചോദിച്ചാ നിങ്ങൾ എന്തുത്തരമാ പറയാൻ പോകുന്നത്? വീട്ടിലുള്ളവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ടാ അവൻ അവിടെ നിർത്തിയത്. ആർക്കും ഒന്നും തോന്നാതിരിക്കാൻ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പുറത്തുള്ളവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്തിനാ അമ്മേ? മുരളിയുടെ അനിയത്തി എങ്ങനെ പുറത്തുള്ളവളാകും? ശ്രീകർ ഇപ്പൊ ആവണിയെ കൊണ്ടുവരും. ഇനി ആരും ഒന്നും പറഞ്ഞ പെൺകുട്ടിയെ വിഷമിപ്പിക്കരുത്, മനസ്സിലായല്ലോ? മുരളി എത്തുന്നത് വരെ നമ്മുടെ വീട്ടിൽ തന്നെ കഴിയും. അവളെ സ്നേഹത്തോടെ പരിപാലിക്കാനുള്ള കടമ നമുക്കുണ്ട്. മൊത്തം റിവേഴ്സ് അടിച്ചില്ലേ ഇപ്പോ? അതെ, എന്തൊക്കെയായിരുന്നു. ശ്രീകരേട്ടൻ ആരുമായിട്ടൊരു റിലേഷൻ ഇല്ല. എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷായി. പക്ഷേ എന്റെ സംശയങ്ങൾ അങ്ങനെ തീർന്നിട്ടില്ല. എന്തായാലും വീട്ടിലേക്കല്ലേ വരുന്നത്, അപ്പ കണ്ടുപിടിച്ചോളാം. അയ്യോ, അവനെ നിൽക്കുന്നത് നോക്കിയേ, എന്തൊരു നിഷ്കളങ്കനാന്ന ഭാവം. ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. അവന്റെ നിൽപ്പ് കണ്ട പാവം പോലെ. അവന്റെ കൊഴുത്ത് പിടിച്ച് വലിക്കുക വേണ്ട. എടാ, നിനക്ക് സത്യത്തിൽ ബുദ്ധിയുണ്ടോടാ? നിനക്ക് വല്ല നാണമുണ്ടോ? നീ ചെയ്തൊക്കെ ശരിയാണെന്ന് നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? എടോ, ഈ ഓവന് ആരാടാ?